മുഖാന്തരമാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ലത്തീഫ് ചേട്ടനെ അറിയാമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരള വിദ്യാലയമാരി ഒരു സ്കൂളിൽ പഠിച്ചിട്ട് ഇന്ന് കാനഡയിലൊരു നല്ല പൊസിഷനിലാണ് ഇരിക്കുന്നത്, എനിക്ക് സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ് 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ ബിൽഡിങ്ങിൻ്റെ ഈ ഒരു പരിപാടി തുടങ്ങിയത്, കെട്ടിട നിർമ്മാണം തുടങ്ങിയത്. അപ്പൊ ഇപ്പോഴും അരമണിക്കൂർ മുമ്പ് അതേ ആള് വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, രണ്ടാമത് നടക്കട്ടെ പരിപാടി, എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണോ ഇൻചാർജ് ആവുന്നത് അവര് അടുത്തേക്ക് എത്തിക്കാമെന്ന്. ഇതൊന്നും നമ്മൾ ചോദിച്ചിട്ടല്ല അവർ പറഞ്ഞത്. ഇപ്പോൾ സാറ് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നത്. അടുത്തതായി നമ്മുടെ ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ സണ്ണിക്കുട്ടി മാസ്റ്റർ 2 വാക്ക് സംസാരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും കാണുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം നൽകുന്നതായ ഒന്ന്. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഗീത ക്ഷണിച്ചിരുന്നു, ഇവിടെ വരികയുണ്ടായി. അപ്പോൾ 1976, 77 ഈ 2 വർഷത്തെ കുട്ടികൾ ഇവിടെ സമ്മേളിക്കുകയുണ്ടായി. അവർക്ക് ഏതാണ്ട് 20 കൂടുതൽ കുട്ടികളെ സംഘടിപ്പിക്കാൻ കഴിയും. ഇന്ന് 87 കുട്ടികൾ അത് കണ്ട് ആവേശഭരിതരാകുകയും ഹരിദാസ് ഇവിടെ അന്ന് ഉണ്ടായിരുന്നു. മോഹൻദാസ് ഇവിടെ ഉണ്ടായിരുന്നു. മോഹൻദാസ് പറയുണ്ടായി, ഈ ഒക്ടോബർ 9-ാം തീയതി മീറ്റിംഗ് വയ്ക്കാം, നിങ്ങൾ അടുത്തുള്ള കുറേ ആളുകളെയെല്ലാം അറിയിച്ച് അവരെ സംഘടിപ്പിക്കാമെന്ന്. ഏതായാലും ഒട്ടും ആദ്യത്തെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിലും ഇത് ഒട്ടും കുറവല്ല. ഇത്രയും പേരെ ഈ സമയത്ത് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന് നിങ്ങളുടെ കഴിവ് അത് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിദ്യാലയം നിങ്ങൾ പോയിട്ട് ഏതാണ്ട് 23-24 വർഷങ്ങളായി. അതോ കണക്കൂട്ടുമ്പോൾ ഇത്രയും സമയം കഴിഞ്ഞാണോ നമ്മളിവിടെ വരുന്നത് എന്ന് പലർക്കും സംശയം തോന്നുന്നു. 24 വർഷങ്ങൾ ഇതിനിടയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി, നിങ്ങളുടെ ജീവിതത്തിലും പല മാറ്റങ്ങൾ വന്നു. അതെല്ലാം പുരോഗമനപരമായിട്ടുള്ള രീതിയിലാണ് എന്ന് ഇത് നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ പഠിപ്പിച്ചതായ കുട്ടികൾ നല്ല നിലയിൽ എത്തിയിരിക്കുന്നു, ഉയർന്ന നിലയിൽ എത്തിയെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം വളരെയധികമാണ്. ഇത് ആദ്യത്തെ ഒരു ശ്രമമായതുകൊണ്ട് ഇത്രയും പേരെ ഒന്ന് വന്നിട്ടുള്ളൂ. എന്നാൽ ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വീണ്ടും ഇതിനെ ഞങ്ങൾ കുറേ ആളുകളെ തിരഞ്ഞെടുത്ത് മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഇപ്പോൾ വന്നവരുടെ എല്ലാവരുടെയും അഡ്രസ്സ് വാങ്ങുക, അവരുടെ ഫോൺ നമ്പറും മറ്റുള്ളതെല്ലാം വാങ്ങുക. അവരിലൂടെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കൂടെ പഠിച്ചതും അടുത്തുള്ള ഈ 87 ബാച്ച് തന്നെയെല്ലാം മറ്റുള്ള കുട്ടികൾ ആരെങ്കിലും പരിചയപ്പെടാൻ കഴിയുമെങ്കിൽ അവരെയും നിങ്ങൾക്ക് പരിചയപ്പെടാം. അങ്ങനെ ഇവിടെ ഈ വിദ്യാലയം വിട്ട് പോയതായ നിങ്ങൾക്ക് തിരിച്ച് ഈ സ്ഥാപനത്തിലേക്ക് വരുന്നതിന് ഒരു സൗകര്യം ഉണ്ടായിരിക്കും. ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേകത പണിക്കർ സാറും മറ്റുള്ളവരെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തരികയാണ്. സാധാരണ പഠിപ്പിക്കുന്ന പോലെയുള്ള പാഠപുസ്തകങ്ങളുമാണ് ഞങ്ങളിവിടെ ഫോളോ ചെയ്തിരുന്നത്. എന്നിരുന്നാലും നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ നല്ല അഭിപ്രായം പറയും. ആ അഭിപ്രായം യാതൊരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല. നിങ്ങളുടെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും ആയിട്ട് ഇവിടെ നിന്നും പോയിട്ടുള്ള നിങ്ങളുടെ സഹോദരങ്ങളെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധിപ്പിച്ചു കൊണ്ടുവരിക. ഇതുകൊണ്ട് മാനേജ്മെൻറ്റിന് ഒരു ഉത്തേജനം ലഭിക്കുന്നു. അത് നിങ്ങളുടെ സഹകരണത്തിലൂടെ മാത്രമാണ് അത് ലഭിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ വന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, കാനഡയിൽ നിന്ന് ഒരു കുട്ടി വിളിച്ചിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻ്റാണ്. ഭാഗ്യവശാൽ എൻ്റെ മരുമകളുടെ ബ്രദറും അവനും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്.
അടുത്ത് പരിചയപ്പെടുകയുണ്ടായി. അപ്പം അവൻ പറയുന്നത് ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററാണ് തമ്മിക്കുട്ടി മാസ്റ്റർ. അവൻ പറയുന്നു എൻ്റെ സഹോദരിയുടെ ഫാദറിലോയാണ്. ഏതായാലും ഞാൻ പറഞ്ഞു രണ്ടും ശരിയാണ്, രണ്ടുപേരും തെറ്റിട്ടില്ല. അപ്പം നമ്മുടെ കുട്ടികൾ മറ്റു സ്ഥലത്തൊക്കെ ഉണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. കാരണം ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ USA യിലും UK യിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ കാണും. ഈ അടുത്ത കാലത്ത് ഞാൻ അരിമ്പാക്കത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയെ കാണുന്നുണ്ടായി. ഒരു മാലിൽ വെച്ചാണ് USA യിൽ വെച്ച് കണ്ടത്. അവളിവിടെ പഠിച്ചതാണ്. എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ആ കുട്ടിയോട് പരിചയപ്പെട്ടത്. അത് നമ്മളെക്കുറിച്ചാണ് ഞാൻ മറന്നുപോകും. അത് അമ്നീഷ്യയാണോ ഡിമെൻഷ്യയാണോ എന്ന് ഞാൻ തീർത്ത് പറയുന്നു. അത് ചേർക്കിയ അൽസീമേഴ്സായിരിക്കാം. എനിക്ക് എല്ലാവരുടെയും പേര് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ പ്രായം കൊണ്ട് പഠിച്ചതാണ്, ബയോളജി പഠിച്ചതാണ്. നമ്മുടെ സെല്ലിൽ നമുക്ക് പല പല അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ അനുഭവങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് വയ്ക്കുന്നു. അതിൽ അങ്ങനെ നമ്മൾക്ക് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വ്യക്തിത്വം ഉണ്ടാകുന്നു. ആ വ്യക്തിത്വത്തെ ചിലപ്പോൾ നമ്മൾ അടിയറവ് പറയേണ്ടതായിട്ട് വരുന്നു സന്ദർഭങ്ങൾ ഈ മറവി രോഗം മൂലം ഉണ്ടാകാറുണ്ട്. ഇത് രോഗമൊന്നുമല്ല, നമുക്ക് പ്രായമാകുമ്പോൾ കുറച്ച് പേരുകൾ, നമ്പറുകൾ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണുമ്പോൾ പറയുന്നത്, നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ പേര് പറയണം. നിങ്ങൾക്ക് പ്രായമായി വരികയാണ്, ഞങ്ങൾക്ക് ഓർമ്മ കുറച്ച് കുറവാകും എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഇവിടുന്ന് നമ്മുടെ PTA അവരുടെ സജീവ പ്രവർത്തനമായിരുന്നു മിസ്റ്റർ അച്യുതൻ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ അപ്പോൾ ഇപ്പോൾ വിളിക്കാറുണ്ട് പ്രദീപിൻ്റെ പ്രസാദ്. അവൻ്റെ ബ്രദറും സിസ്റ്ററൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ ലത്തീഫ് സൂചിപ്പിച്ചു, നമ്മളിവിടെ സാമ്പത്തികമായി വളരെ കഴിവില്ലാത്ത പല ആളുകളുടെയും കുട്ടികൾ ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. അവർ നമ്മുടെ വിദ്യാലയത്തെ പറ്റി നല്ല അഭിപ്രായം ആണ് പറയുന്നത്. അവരുടെ വണ്ടി സാർ പലപ്പോഴും പറയാറുണ്ട്, ഔദ്യോഗികപരമായിട്ട് സംസാരിക്കുന്ന അവരുടെ കറസ്പോണ്ടൻസിൻ്റെ മീറ്റിങ്ങുകളിലും മറ്റ് സ്കൂളിൻ്റെ അത് അധികൃതരുമായി അദ്ദേഹം സംസാരിക്കുന്നത് ഈ